പത്തനംതിട്ട ജില്ലയിൽ നഷ്ടമായ തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചുപിടിക്കുന്നത് UDF തുടരുന്നു. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണമാണ് ഏറ്റവും അവസാനമായി പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 4-നെതിരെ 6 വോട്ടുകൾ നേടി UDFിലെ സാലി ഫിലിപ്പ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയിൽ നിന്ന് NCP അംഗം UDFിനൊപ്പം ചേർന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായത് ഇടതുമുന്നണിക്ക് ഇരട്ടപ്രഹരമായി. ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന കോഴഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതിയിൽ തുടക്കം മുതലേ അസ്ഥിരതയാണ് നിലനിന്നിരുന്നത്. 13-അംഗ ഗ്രാമപഞ്ചായത്തിൽ CPMന് 2ഉം ഘടകകക്ഷികളായ CPI, ജനതാദൾ, ACP എന്നിവർക്ക് ഓരോന്നുമടക്കം LDFന് 5ഉം കോൺഗ്രസിന് 3ഉം കേരള കോൺഗ്രസിന് 2ഉമടക്കം UDFന് 5ഉം BJPക്ക് 2ഉം സീറ്റുകൾ ലഭിച്ചപ്പോൾ UDF സ്വതന്ത്രനായ KK വാസുവിന്റെ നിലപാട് നിർണായകമായി. ആദ്യം നറുക്കെടുപ്പിലൂടെ UDFന് ലഭിച്ച പഞ്ചായത്ത് പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗമായ റോയി ഫിലിപ്പ് വിമത സ്വരമുയർത്തുകയും ഇരുവിഭാഗങ്ങളുടെയും പിന്തുണയോടെ പ്രസിഡന്റാവുകയും ചെയ്തു. അതിനിടെ കേരള കോൺഗ്രസിലെ മറ്റൊരംഗമായ സാലി ഫിലിപ്പ് UDFിനൊപ്പം ചേർന്നതോടെ റോയി ഫിലിപ്പ് രാജിവെക്കുകയായിരുന്നു. ഈ ഒഴിവിലേക്ക് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോഴഞ്ചേരി തെക്കേമല ടൗൺ 12-ാം വാർഡിലെ അംഗമായ സാലി ഫിലിപ്പ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2 BJP അംഗങ്ങൾ വിട്ടുനിന്ന തെരഞ്ഞെടുപ്പിൽ ആകെ 11 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് വിമതനായ KK വാസുവിനെ തങ്ങൾക്കൊപ്പം ചേർത്ത് വിജയമുറപ്പിച്ചിരുന്ന LDFിനെ ഞെട്ടിച്ചുകൊണ്ട് NCP അംഗം മേരിക്കുട്ടി UDFിനൊപ്പം ചേർന്നു. ഇതിനു പുറമെ കൂനിന്മേൽ കുരു എന്ന പോലെ ഇടതു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ സോണി കൊച്ചുതുണ്ടിലിന്റെ വോട്ട് അസാധുവാകുകയും ചെയ്തു. ബാലറ്റ് പേപ്പറിന്റെ മറുപുറത്ത് ഒപ്പിടാൻ മറന്നുപോയതാണ് വോട്ട് അസാധുവാകാൻ കാരണമായത്. മേരിക്കുട്ടിയെ UDFിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കും. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K സുരേഷ് കുമാർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെറി സാം, മണ്ഡലം പ്രസിഡന്റ് ജോമോൻ പുത്തൻ പറമ്പിൽ, DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് രാമചന്ദ്രൻ നായർ തുടങ്ങിയ നേതാക്കൾ സാലി ഫിലിപ്പിനെ അഭിനന്ദിച്ചു. പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ഇന്ന് എന്നെ തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഞാൻ ചുരുങ്ങിയ സമയം എനിക്ക് കിട്ടിയ അവസരം ഞാൻ കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ നന്മയ്ക്കും ഒക്കെയായിട്ട് തുടരും എന്ന് ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും തന്നെ വാക്ക് കൊടുക്കുന്നു. എല്ലാവരും ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. കോഴഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനാധിപത്യ വിശ്വാസത്തിന് മേൽക്കോയ്മയുള്ള ഒരു പഞ്ചായത്ത് അട്ടിമറിയിലൂടെ നേടിയ ഭരണം ജനാധിപത്യപരമായി അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഭരണം കോഴഞ്ചേരി പഞ്ചായത്ത് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന വിഷയമാണ്. കാരണം നമ്മുടെ ജില്ലയിൽ അട്ടിമറി നടത്തി എത്രയോ സന്ദർഭങ്ങളിലാണ് സഹകരണ ബാങ്കുകളും പഞ്ചായത്തുകളും CPM പാർട്ടി പിടിച്ചത്. എന്നാൽ ആറന്മുളയിൽ തന്നെ തോട്ടപ്പുഴശ്ശേരി കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അവസാനം ഇപ്പോൾ കോഴഞ്ചേരി പഞ്ചായത്ത് നമ്മൾ പിടിച്ചടക്കിയിരിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രശംസിക്കുകയാണ്. പ്രത്യേകിച്ച് തോട്ടപ്പുഴശ്ശേരി രാമേന്ദ്രൻ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ജില്ലയിലെ കോൺഗ്രസ് സംഘടനയ്ക്ക് വലിയ സംഭാവനയാണ് ശ്രീ രാമേന്ദ്രൻ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏകനായ പ്രസിഡന്റ് ജെറി മാത്യൂസ, അതുപോലെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോമോൻ, ഇവരെല്ലാം വലിയ വെല്ലുവിളികൾ നേരിടുന്നതാണ്. അവരുടെയൊക്കെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാൾ തൂങ്ങിയുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പും ഈ തീരുമാനവും ഉണ്ടായത്. അത് വിജയകരമായി പൂർത്തീകരിക്കുന്ന ബ്ലോക്ക് ടീച്ചറേയും പ്രത്യേകമായി ടീച്ചറുടെ നിലപാടാണ് നമുക്ക് ഈ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സഹായിച്ചത്. തീർച്ചയായിട്ടും ജനാധിപത്യ ശക്തികളുടെ തിരിച്ചുവരവിന്റെ ഒരു നാന്ദിയായി ഇത് മാറാൻ പോവുകയാണ്. കോഴഞ്ചേരിയിലുണ്ടായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഈ വിജയം ഈ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചുവരവിൽ തുടക്കം കുറിക്കുകയാണ്. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഓരോ പഞ്ചായത്തും കണക്ക് പറഞ്ഞ് പിടിച്ചു വാങ്ങുന്നതിന്റെ തുടക്കമാണ് കോഴഞ്ചേരി ഉണ്ടായിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ്, നമ്മുടെ അഭിമാനം സംരക്ഷിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സാലിയെ പ്രത്യേകമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പേരിലുള്ള എല്ലാ അഭിവാദ്യങ്ങളും സാറ് DCC പ്രസിഡന്റ് ആന്റോണി വിജയം ഇതൊരു 6 മാസത്തേക്കുള്ള വിജയമല്ല. കോഴഞ്ചേരി പഞ്ചായത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും കോൺഗ്രസ് തിരിച്ചു
പ്രശ്നമാണ്, അത് നമ്മുടെ സംഘടനാപരമായ തീരുമാനമാണ്. ആ തീരുമാനത്തിന് ആവേശം പകരുന്ന ഈ തീരുമാനം കൈക്കൊണ്ട ബ്ലോക്ക് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, നമ്മുടെ അതുപോലെയുള്ള കോൺഗ്രസിന്റെ അനീഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി രാമേന്ദ്രൻ അഭിനന്ദിക്കുന്നു. രാമേന്ദ്രൻ, തോട്ടപ്പശ്ശേരി രാമേന്ദ്രൻ നായർ, കോഴിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും തോട്ടപ്പശ്ശേരി ഗ്രാമപഞ്ചായത്തും അവസാനം കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തും തിരിച്ചുപിടിച്ച് ഈ ജില്ലയിൽ കോൺഗ്രസ് ആർക്കും തകർക്കാൻ പറ്റുന്ന ശക്തിയാണെന്ന് തെളിയിച്ച CPM-ന്റെ അധമ സംസ്കാരത്തെയും അവരുടെ ഗുണ്ടായുസത്തെയും അതേ നാണയത്തിൽ കണക്ക് പറഞ്ഞുകൊണ്ട് നേടിയ വിജയം ഈ ജില്ലയിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യമാണ് എത്തിക്കുന്നത്. അതിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസിഡന്റ് പ്രവർത്തനങ്ങൾ നടത്തി, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തി, അഭിമാനകരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അന്ത്യം ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെയും സമർപ്പണം. അത് മാത്രമല്ല, നമ്മളെ ചതിച്ചു പോയ ഒരുത്തരെ പുറത്താക്കി ചാടിക്കുവാൻ നമുക്ക് കഴിഞ്ഞെന്നുമാണ് നമുക്ക് മധുരകരമായ മറ്റൊരു വിജയം. അപ്പം ഇങ്ങനെ വിജയകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ സാഹചര്യമാണ്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നിർത്താൻ അപ്പം എന്തായാലും പ്രത്യേകമായ സന്തോഷം ഞാൻ അറിയിക്കുന്നു. എല്ലാവിധമായ വിജയം നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട രാമേന്ദ്രൻ അദ്ദേഹം ഈ കാര്യങ്ങൾക്കെല്ലാം ഈ ചാണക്യ ബുദ്ധി എന്ന് പറയുന്ന ഒരു ബുദ്ധി ഉപയോഗിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെ പ്രത്യേകം അനുവദിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സീനിയർ നേതാവ് ജെറി, അദ്ദേഹത്തിനോട് പ്രത്യേകമായ ഒരു കാരണം കഴിഞ്ഞ കുറേ ഓടുകയാണ്. അദ്ദേഹത്തിന് ടെൻഷനാണ്. കുറേ ആളുകളുണ്ട് ആ ചേർന്ന് സ്റ്റേജിലേക്ക്